നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മീൻ പിടിക്കാനായിട്ട് നിന്റെ സഹായം ആവശ്യമാണ്. ഓ, എന്റെയോ? നിന്നോട് പറഞ്ഞതല്ല, ഞാൻ ഇവനോട് സംസാരിക്കായിരുന്നു. ഓ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല മീനിനെ കൊണ്ടും തരാം. ഈ ബോട്ടിന് എന്താണ് സംഭവിച്ചത്? അത്ര പെട്ടെന്നൊന്നും എന്നെ തിന്നാനൊന്നും കഴിയില്ല. ഇവനെ കൊണ്ട് എങ്ങനെയാണ് ഇത്രയും വേഗത്തിൽ നീന്താൻ കഴിയുന്നത്? സംശയട്ടോ, കൈയടിക്കാതെ എങ്ങനെയാണ് ഇവന് വെള്ളത്തിൽ നീന്താൻ കഴിയുന്നത്? എന്റെ അമ്മോ, ഫിഷ് അവനെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. വേഗം വാ. നമ്മൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു ലൈല ഭായ്. ലൈലെന്നല്ലടാ, ലാല, LALA, ലാല. ചേട്ടായി, ലൈലയുടെ കൂടെ മജ്നു മാത്രമേ സൂട്ട് ആവുകയുള്ളൂ. ലൈല, മജ്നു. എടാ നീ, എനിക്ക് ആ പേര് സൂട്ടാവില്ല. എന്താ ചേട്ടാ ഇത്? നിങ്ങളുടെ പേര് ലൈല എന്ന് മാറ്റി ഒരു ഡാൻസ് കളിച്ചാൽ അടിപൊളിയായിരിക്കും. തമാശ ഒന്ന് നിർത്ത്. ബോട്ട് എവിടെയുണ്ടെന്ന് വേഗം പറയാൻ. ബോട്ട് ദാ കരയിലുണ്ട്. ബോട്ട് കരയിൽ എന്തൊക്കെയാണ്? ഇങ്ങനൊക്കെ ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്തോന്ന് പറയാനാ? ബോട്ട് കരയിൽ എന്ത് ചെയ്യാണെന്ന് ഞാൻ എങ്ങനെ പറയാനാ? അടിപൊളി തമാശ. ബോട്ട് എന്താ ഇവിടേക്ക് വരാത്തത്? എന്റെ പൊന്നു ഭായി, നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ബോട്ട് ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ ബോട്ട് കരയിൽ നിർത്താൻ പറഞ്ഞത്. നമ്മൾ രക്ഷപ്പെടുമ്പോൾ ഞാൻ വിളിക്കാന്ന് പറഞ്ഞിരിക്കുക. ഇനി നമ്മൾ രണ്ടാളും സുഖമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകും. ഞാൻ കേട്ടത് ശരിയാണ്. നീ ഒരു മരമണ്ടനാണെന്ന് നിന്നെ അയച്ച ആൾ എന്നോട് പറഞ്ഞിരുന്നു. നമ്മളെന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ശരി, ഒരു കാര്യം, ഈ മൊബൈൽ ഫോൺ എവിടെ നിന്നാ കിട്ടാൻ പോകുന്നേ? ചേട്ടായി വിഷമിക്കാതെ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാവുന്നേ. ചേട്ടായി ഒരു ഐഡിയ ആലോചിക്ക്. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ തന്നെ പറയ്. എങ്ങനെയാ ഇവിടെ നിന്ന് രക്ഷപ്പെടുക? ചേട്ടായി, ജീവിതം എന്നും നമുക്ക് വലിയ പ്രശ്നം തരുന്ന ഒന്നാണ്. പേടിക്കാതെ മുന്നോട്ട് പോകണം. നീ അതൊക്കെ വിട്ടേക്ക്. എന്തെങ്കിലും കഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് അത് ശരി, എന്റെ അടുത്താണോ കളി? ഇത് ചീറ്റിംഗ് ആണ്. നിന്റെ ഏരിയ വെള്ളത്തിന്റെ അകത്താണ്. മുകളിലേക്ക് വന്ന് വേട്ടയാടാൻ പാടില്ല. സംശയട്ടോ?
ചേട്ടായി വണ്ടി വിട്ടോ, ഇവൻ തീർച്ചയായും നമ്മുടെ പണി തീർക്കും. ഈ കിടന്ന് പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇപ്പൊ അവന്റെ ടാർഗറ്റ് നമ്മളല്ല, നമ്മൾ പേടിക്കേണ്ട ഒക്ടോബസിനെ അല്ല, അവന്മാരെയാണ്. ഓടിക്കോ, വേഗം ഓടിക്കോ, വാ വാ. ഏയ് ചേട്ടായി, അങ്ങോട്ടല്ല, അങ്ങോട്ട് പോയി ജയിലിൽ പോകേണ്ടി വരും. ഇങ്ങോട്ട് വരാൻ നോക്ക്. ആദ്യം ഞാൻ ആരെയാണ് കഴിക്കേണ്ടതെന്ന് പറയാം. അക്കോ തിക്കോ താന വരമ്പത്ത് കല്ലേ കുത്ത് കരിങ്കുത്തോ. എന്റെ അമ്മോ, ഇവനോ, രക്ഷിക്കണേ. നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ എന്തെടുക്കുകയാണ്? ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്, എന്നാൽ മീൻ ഞങ്ങളെ പിടിക്കുകയായിരുന്നു. അല്ല സാർ, അങ്ങ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? ലാലയും മജലും ജയിൽ ചാടിയിരിക്കുകയാണ്. അവരെ അന്വേഷിച്ച് വന്നതാ. ഇന്നത്തെ ദിവസം എന്തായാലും എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്നു. മീനിന് പകരം എനിക്കിന്ന് മനുഷ്യരെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവർ കള്ളന്മാരാണെങ്കിലും ഇവരെ ഒരിക്കലും നമ്മളിവിടെ വിട്ടിട്ട് പോകരുത്. അതെ, അവരെ രക്ഷിച്ചേ മതിയാവൂ. മര്യാദയ്ക്ക് അവരെ വിട്. ആജ്ഞയാണോ അപേക്ഷയാണോ? അപേക്ഷയാണ്, ശ്രമിച്ചോണ്ടോ? നിന്നെ പോലുള്ളവരുടെ അപേക്ഷ ഞാൻ കേൾക്കില്ല. അത്രക്കായോ നീ? തന്റെ കയ്യിൽ എന്താണോ മൈലാഞ്ചി ഇട്ടിരിക്കുകയാണോ? വേഗം തല്ലടോ. ഫുൾ പാന്റ് കട്ട് ചെയ്ത് ഹാഫ് പാന്റ് ആക്കുന്നു. അണിയിന്ന് വീട് വൃത്തിയാക്കുന്നു. അടികൈ. ജോർദാർ ഇവിടെ പോയി. സാധനം വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതെയോ? എങ്കിൽ നീ താഴേക്ക് വാ. രാത്രി നേരത്തെ കറണ്ട് പോയി. ഹണിയുടെ വീഴ്ചയിൽ ഞാൻ ചമ്മന്തിയായി. അടികൈ. അതിന് സാറിന് സൂക്ഷിച്ചു വന്നൂടായിരുന്നോ? പറയൂ, എന്താണ് ജോലി? ഇതെന്റെ വീടിന്റെ ചാവിയാണ്. നീ ഇത് സോർദാറിന് കൊടുക്കണം. എന്നിട്ട് അമ്മാവൻ വരുമ്പോ കൊടുക്കാൻ പറയണം. അങ്ങയുടെ വീടിന്റെ ചാവി എന്തിനാണ് സോർദാറിന്റെ അമ്മാവന് കൊടുക്കുന്നത്? എടാ, കൊടുക്കേണ്ടത് സോർദാറിന്റെ അമ്മാവനല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് സോർദാറിന് ചാവി കൊടുക്കുന്നത്? എടാ, എന്റെ അമ്മാവൻ വരുന്നുണ്ട്. എന്നാ പിന്നെ അങ്ങയുടെ അമ്മാവന്റെ കൈ കൊടുത്താ പോരെ? എന്തിനാ അത് സോർദാറിന് കൊടുക്കുന്നത്? എടാ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിങ്ങിന് പോകാനുണ്ട്. 2 മണിക്കുള്ള ട്രെയിനിന് അമ്മാവൻ ഇവിടെ എത്തും. മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായി. ട്രെയിനിൽ പോകുന്ന അമ്മാവന് സാറിന്റെ വീട്ടിലെ ചാവി കൊടുക്കണം, അങ്ങനെയല്ലേ? ഏയ്, നില്ല്. അവിടെ നിൽക്കാനല്ലേ പറഞ്ഞേ? ഇങ്ങോട്ട് വരൂ. ഈ ഭ്രാന്താശുപത്രിയും ചാടിയിട്ട് ഇപ്പൊ ഞങ്ങളെ ഓടിച്ച് ഭ്രാന്തനാക്കുകയാണ്. ഞാൻ പറയുന്നത് കേക്ക്. മര്യാദയ്ക്ക് ഭ്രാന്താശുപത്രിയിലേക്ക് വാ. നിൽക്ക്. ഞാൻ കർത്ത, എല്ലാവരുടെയും സുഹൃത്താ. ഇവനെ ഞാൻ പിടിക്കാം. ഒരു ഭ്രാന്തനെ പിടിക്കാനായിട്ട് മറ്റൊരു ഭ്രാന്തൻ പോവുകയാണ്. എന്തൊരു ഭ്രാന്ത് പിടിച്ച ലോകമാണിത്. അത് ശരി, എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയോ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓടരുത്. അവിടെ നിൽക്കാൻ. താൻ കുറെ ഇടും. ഒന്ന് പോടവിടുന്ന്. ഉടൻ തന്നെ റെയിൽവേ ലൈനിലേക്ക് പൊയ്ക്കോ. വേഗം വേണം.
നിൽക്ക. സോർദാരെ, ഖന്ന സാറിന്റെ അമ്മാവൻ വരാൻ പോവുകയാണ്. അദ്ദേഹത്തിന് കഴിക്കാൻ വേഗം എന്തെങ്കിലും ഉണ്ടാക്ക്. ഓക്കേ. താങ്ക് യു. രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എന്റെ പണി തീരുമായിരുന്നു. നന്ദി ഉണ്ട് അനന്തരവ. അനന്തരവനോ? അപ്പൊ അങ്ങ് അമ്മാവനാണോ? നീ അനന്തരവനെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അമ്മാവൻ തന്നെയാണ്. അനന്തരവ. അമ്മാവ നമസ്കാരം. നിങ്ങൾ ആദ്യം കേറിയിരിക്കൂ, ഞാൻ മുകളിലൊന്ന് വൃത്തിയാക്കിയിട്ട് വന്നേക്കാം. മോളിൽ കയറിയാൽ താഴെ വീഴും. എങ്കിൽ അങ്ങ് ഇവിടെ തന്നെ നിക്ക്, ഞാൻ താഴെ വീഴും. അപ്പൊ അങ്ങ് ഉടൻ തന്നെ എന്നെ പിടിക്കണം. എന്നെ കണ്ടു വട്ടനാന്ന് തോന്നുന്നുണ്ടോ? എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട് അനന്തരവ. ഇനി നീ എങ്ങനെയൊക്കെ വൃത്തിയാക്കിയാലും ഒരിക്കലും ഏണിന്ന് താഴെ വീഴില്ല. കേറിക്കോ കേറിക്കോ. ആ? ആ? എന്താ പറ്റി? എന്നിട്ട് ഇതിനകത്ത് 1/2 കിലോ ആട്ടയും 1 കിലോ മൈദയും ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. കുറച്ച് കൂൾ ഡ്രിങ്ക്സ്, പിന്നെ കുറച്ച് ലസ്സി. ഓക്കെ, എന്നാൽ ഇതും കൂടെ കുറച്ചിരിക്കട്ടെ. കുറച്ച് പച്ചമുളകിന്റെ പേസ്റ്റും കൂടി ഇരിക്കട്ടെ. അല്പം മല്ലി, കുറച്ച് ലെമൺ, എന്നിട്ടെല്ലാം കൂടി ഒന്നിച്ചിട്ട് അങ്ങോട്ട് ഇളക്ക്. ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. ഇവിടെ ചമ്മന്തി ഉണ്ടാക്കുകയാണോ അതോ സോർദാറിനെ ചമ്മന്തി ആക്കുകയാണോ? സംശയമുണ്ടോ? എന്താ ഇത്രയും മതിയോ? ഇത്രയും ചട്നി മതി, എല്ലാം കഴിക്കാം അനന്തരവാ. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്താ ചെയ്യുക? അതിനെ കുറിച്ച് എനിക്കെന്തറിയാം? ഇത്രയും ചമ്മന്തിക്ക് മാത്രമാണെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയൊക്കെ ഉണ്ടാക്കിയത്? ചിലപ്പോ ഈ അമ്മാവന് വട്ടായിരിക്കോ? അമ്മാവാ, ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളി. ഇത് ചമ്മന്തിയെ അല്ല അനന്തരവാ. രക്ഷിക്ക അമ്മാവ, രക്ഷിക്ക. പിടിക്കയാളെ, ചിലപ്പോ താഴെ വീഴും. ഞാൻ താഴേക്ക് വീഴുവൊന്നുമില്ല. ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടിയായത്. അത് ശരി, എങ്കിൽ നമുക്ക് തൊട്ട് കളിക്കാമല്ലേ? എന്നെ ആരെ കൊണ്ടും തൊടാൻ പറ്റുകയില്ല. പോണു. ഞാൻ ഔട്ടായി. ഈ കുഴികൾ കാരണം ഒരുപാട് ആക്സിഡന്റ് അടക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ മുഴുവനും അടയ്ക്കണം. ഏയ്, ആരാണ് ഈ സൂട്ട് കേസ് ഇങ്ങനെ ഇട്ടത്? ഇട്ടതല്ല സുഹൃത്തെ, വീണു പോയതാണ്. എന്താ ശരിയല്ലേ? അതെ രാജാവേ,
ഇയാള് മ്യൂസീഷ്യനാണോ? പെട്ടിയിൽ തബല വായിക്കാണല്ലോ. മൂത്തോരെ നോക്കി ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തിനാണ് ഞങ്ങൾക്ക് നേരെ ഈ സൂട്ട് കേസ് എറിഞ്ഞത്? സുഹൃത്തെ, ഇതിങ്ങോട്ട് വന്നത് ചന്ദ്രലോകത്ത് നിന്നുമാണ്. ഞങ്ങളെന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ? ചന്ദ്രലോക സൊസൈറ്റി മറ്റൊരു കോളനിയാണ്. അവിടെ നിന്ന് എങ്ങനെയാണ് ഇവിടേക്ക് വന്ന് വീഴുക? ചന്ദ്രലോകം ഞങ്ങളുടെ ഗ്രഹമാണ്. മുകളിൽ ആകാശത്താണത്. ഗ്രഹമോ? ആകാശത്തിലോ? അപ്പൊ നിങ്ങൾ ഏലിയൻസ് ആണോ? അല്ല, ഞങ്ങൾ സാധാരണ ജനങ്ങളാണ്. ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രവൃത്തി കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങൾ നിങ്ങളോട് ഇപ്പോൾ ക്ഷമ ചോദിക്കുകയാണ്. അറിയാതെ ചെയ്തു പോയ തെറ്റിന് ഞങ്ങളുടെ പക്ഷത്തു നിന്നും നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഇവര് ഏലിയൻസ് ഒന്നും അല്ലെന്നേ, ഏതോ നാടക കമ്പനിക്കാരെന്നാ തോന്നുന്നേ. അവരുടെ വേഷം കണ്ടില്ലേ? ഞങ്ങളുടെ നാട്ടിലെ വേഷമാണ്. ഈ വേഷം ഞങ്ങളുടെ നാട്ടിലെ നാടകക്കാര് മാത്രമേ ഇടാറുള്ളൂ. ഇതാ നിങ്ങളുടെ പെട്ടി. എന്താ ഇത്? എല്ലാം വൈഡൂര്യങ്ങളാണല്ലോ. ഞങ്ങളുടെ ചന്ദ്രലോകത്തിൽ ഇത് വളരെ വിലപിടിപ്പുള്ള ഒന്നാണ്. ഞങ്ങളുടെ അത്രയ്ക്ക് ധൈര്യമോ? വെറുതെ വിടരുത് അവനെ. പിടിക്ക്. അതാ പോകുന്നു. ഞങ്ങളുടെ സാധനങ്ങൾ മോഷ്ടിച്ചത് അവൻ തന്നെയാണ്. അവരെ ഉടനെ തടഞ്ഞു നിർത്ത്. ഇതിൽ പാതി തരാം. മഹാരാജാവേ, അങ്ങ് ഇവരെ നോക്കൂ. ഞങ്ങളാ ചന്തുവിനെ പിടിക്കാം. മഹാരാജാവേ, അങ്ങയുടെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കൂ. അതാ പോകുന്നു അവൻ. എന്നെ എത്ര പെട്ടെന്നൊന്നും പിടിക്കാൻ കഴിയില്ല. ഞാനൊരു ബെസ്റ്റ് കള്ളനാ.